സർവശക്തനായ നല്ല ദൈവത്തിന് നന്ദിയോടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദിയോടെ ഈ രാത്രി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത സകല ഉപകാരങ്ങൾക്കും ദൈവം നമ്മളെ അത്ഭുതകരമായ അതിശയകരമായി നമ്മളെ വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ കൃപ ഈ രാത്രിയിൽ നമ്മൾ മേൽ വെളിപ്പെടുമാറാകത്തക്കവണ്ണം ദൈവം കരുണ കാണിപ്പാൻ, കൃപ കാണിപ്പാൻ നമ്മളോട് നമ്മളെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ അതേ കർത്താവിന്റെ പാദപീഠത്തിൽ വചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒന്നിച്ച് സ്തോത്രത്തോടെ ഈ രാത്രിയിൽ കടന്നു വരുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും ഈ രാത്രിയിൽ സഹായിക്കുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ കർത്താവെ, തിരുവചനത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ ഈ രാത്രിയിൽ തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രിയിൽ ഈ ആഴ്ചവട്ടം ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടേണ്ടതിന്, ഞങ്ങളെ ഒരുക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങയുടെ അത്ഭുതത്തിന്റെ സാക്ഷ്യം, അതേ കർത്താവെ, ഞങ്ങളുടെ അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ സാക്ഷ്യം കേൾക്കുവാനും കാണുവാനും തക്കവണ്ണം ഞങ്ങളുടെ കാതുകളെയും ഞങ്ങളുടെ കണ്ണുകളെയും ഒരുപോലെ അങ്ങ് ഒരുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. തൃക്കരം നീട്ടുന്ന ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് നന്ദി. വചനം വായിച്ച് ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നല്ല നാമത്തിൽ തന്നെ, ആമേൻ. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി ദൈവസന്നദ്ധയിൽ തിരുമുൻപാകെ നമുക്ക് ഒന്നിച്ച് വചനത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ രാത്രിയിൽ ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ വിശ്വസ്തതയിൽ വഴി നടത്തുന്ന ദൈവമാകെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വെള്ളത്തിന്മീതെ പരിവർത്തിക്കുന്ന ആത്മാവ്, ആമേൻ. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന് ഇഷ്ടം തോന്നി. ദൈവം തെരഞ്ഞെടുത്തതിന്മേൽ ദൈവം തന്റെ ആത്മാവിനെ അയച്ചു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇരുൾ മൂടിക്കിടന്ന ദേശത്തിന്മേൽ, ആമേൻ, ഭൂമിയിൽ മേൽ പരിശുദ്ധാത്മാവ് അതിന്മേൽ പരിവർത്തിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, പാഴും ശൂന്യമായി കിടന്നതിന്മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്ന ദൈവം. ആമേൻ, ഹല്ലേലൂയ. എല്ലാം അടഞ്ഞു, ഇനി ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാകുകയില്ലെന്ന് പറയുമ്പോഴും അവിടെ ദൈവത്തിന്റെ ഹിതം നിറവേറുവാൻ ദൈവം തന്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ അയക്കുന്ന ദൈവപ്രവൃത്തി. ആമേൻ. ഈ രാത്രിയിൽ സ്തോത്രം, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പല മണ്ഡലങ്ങൾ കൂടെ യാത്ര ചെയ്യുന്നവരാ, പല അവസ്ഥയിൽ കൂടെ, പല സാഹചര്യങ്ങൾ കൂടെ, പല ആമേൻ വഴിയിൽ കൂടെ ഒക്കെ നമ്മൾ യാത്ര ചെയ്യുന്നവർ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എന്നാൽ ആമേൻ ചിലവരൊക്കെ ദൈവം ആമേൻ ഇങ്ങനെ ഈ രാത്രിയിൽ പറയുന്നത്, ഹല്ലേലൂയ, വെള്ളത്തിന്മീതെ നടക്കുന്ന മണ്ഡലമാണ്. സ്തോത്രം, ഹല്ലേലൂയ. വെള്ളത്തിന്മീതെ നടക്കുന്ന മണ്ഡലം വ്യത്യസ്തമാണ്. സ്തോത്രം, ഹല്ലേലൂയ. വെള്ളത്തിന്മീതെ നടക്കണമെങ്കിൽ പത്രോസ് വെള്ളത്തിന്മീതെ നടന്നത് കർത്താവിന്റെ മുഖം നോക്കിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യരുടെ മുഖം നോക്കിയല്ല, സാഹചര്യങ്ങളെ നോക്കിയല്ല. ആ അല്പനേരം, അല്പ സെക്കൻഡുകൾ, അല്പനിമിഷങ്ങൾ പത്രോസ് വെള്ളത്തിന്മീതെ നടന്നത് സ്തോത്രം വേണ്ടിയല്ല, ക്രിസ്തുവിനെ നോക്കിയത് കൊണ്ട് മാത്രമാണ്. ഈ രാത്രിയിൽ ഹല്ലേലൂയ പല മണ്ഡലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുന്ന ദൈവമക്കൾ ഈ രാത്രിയിൽ തിരിച്ചറിയുക, ദൈവം നമ്മളെ വെള്ളത്തിന്മീതെ നടക്കുവാൻ പഠിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ ഈ രാത്രിയിൽ സ്തോത്രം ചെയ്യുന്നു. വെള്ളത്തിന്മീതെ നടക്കുവാൻ നമ്മളെ അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ, ആമേൻ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല, ജഡപ്രകാരം നടക്കുന്നവർ. നമ്മൾ ജഡത്തിൽ, ആമേൻ, നമ്മൾ ജനിച്ചു, നമ്മൾ ജഡത്തിൽ വസിക്കുന്നു. ആമേൻ. നമ്മൾ പല രീതികളിൽ ചിന്തിക്കുന്നു, വിചാരപ്പെടുന്നു, ഭാരപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, സംശയിക്കുന്നു, വ്യാകുലപ്പെടുന്നു, ഭാരപ്പെടുന്നു. ആമേൻ, ആമേൻ. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയെന്ന് നമ്മൾ വിചാരിക്കുന്നു. ആമേൻ. നമ്മൾ ജഡത്തിൽ നടക്കുമ്പോൾ ജഡത്തിന്റെ ചിന്തകളും വിചാരങ്ങളും നമ്മളെ മുക്കിക്കളയുന്ന മണ്ഡലം. വെള്ളത്തിന്മീതെ നടക്കുവാൻ അനുവദിക്കാതെ വെള്ളത്തിൽ നമ്മളെ മുക്കിക്കളയുന്ന അവസ്ഥയാകുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ പൗലോസ് പറയുന്നത് ഒരു പദമാണല്ലോ, ഹല്ലേലൂയ, നിങ്ങൾ ആത്മാവിൽ നടപ്പീൻ എന്ന് പറയുന്നത് പോലെ. എന്തുകൊണ്ടാ? ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. സ്തോത്രം. നമുക്കറിയാം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. സ്തോത്രം, ഹല്ലേലൂയ. കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നദ്ധിയിൽ ശക്തിയുള്ളത് തന്നെയാണ്. ഹല്ലേലൂയ.
കോട്ടകളെ ഇടിപ്പാൻ കഴിയുന്നത്. നമുക്ക് പ്രതികൂലമായി കിട്ടിയ സകല മതിലുകൾ, നമുക്ക് പ്രതികൂലമായി കിട്ടിയ സകല അവസ്ഥകൾ, നമുക്ക് വിപരീതമായി എഴുതിയ സകല രേഖകളും, നമുക്ക് വിപരീതമായി പിശാച് ഒരുക്കിക്കൊണ്ടുവന്ന എല്ലാ പദ്ധതികളുടെ നടുവിലും ഈ രാത്രിയിൽ ആത്മാവിൽ പോരാടുമെങ്കിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കുമെങ്കിൽ, ആത്മാവിൽ സംസാരിക്കുമെങ്കിൽ, ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമുക്കെതിരെ എഴുതിയ ഒരായുധവും ഫലിക്കാതെ വണ്ണം, ഒരു ലക്ഷണവിദ്യയും സംഭവിക്കാതെ വണ്ണം ദൈവമേ, ആകയാൽ ഹല്ലേലൂയ, ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുയേശുവിനോടുകൂടെ അനുസരണമായിട്ട് പിടിച്ചടക്കുവാൻ തക്കവണ്ണം. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ ആത്മാവിൽ നടക്കുമ്പോൾ സ്തോത്രം, നമ്മൾ വെള്ളത്തിന്മീതെ നടക്കുന്നത് പോലെ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ജഡത്തിൽ നടക്കുമ്പോൾ വെള്ളം നമ്മളെ മുക്കിക്കളയും. സ്തോത്രം, ഒരേ മീഡിയ അല്ലെങ്കിൽ ഒരേ വഴിയാണ്. പക്ഷേ ആത്മാവിൽ നടക്കുമ്പോൾ വെള്ളത്തിന്മീതെ നടക്കും. ജഡത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ വെള്ളം തന്നെ നമ്മളെ മുക്കിക്കളയും. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു ആത്മമണ്ഡലമാണല്ലോ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമെങ്കിൽ, ആത്മാവിൽ പോരാടുമെങ്കിൽ, ആത്മാവിൽ ജീവിക്കുമെങ്കിൽ നമുക്ക് വിപരീതമായി എഴുതിയ ഒരു ആയുധവും ഫലിക്കുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കെല്ലാം സുപരിചിതമായ ഒരു ഭാഗമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 17 വാക്യം. എന്തുകൊണ്ടാ? നിനക്ക് വിരോധമായി ഉണ്ടാക്കിയ യാതൊരു ആയുധവും ഫലിക്കുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഫലിക്കുകയില്ല എന്ന് ദൈവം ഇസ്രായേൽ ജനത്തോടുള്ള വാഗ്ദത്തമാണ്. എന്താണ്? ഹല്ലേലൂയ, അവർ ബന്ധിക്കപ്പെടും, അവര് ബാബിലോൺ നുഖങ്ങളിലേക്ക് കടന്നു പോകും, അവരുടെ യെരൂശലേം ദേവാലയത്തെ ഹല്ലേലൂയ ബാബിലോൺ നെബൂഖദ്നേസർ രാജാവ് വന്ന് തകർത്ത് കളയും. അവർക്ക് കിട്ടിയ എല്ലാ നന്മകളും, അവര് സന്തോഷിച്ചിരുന്ന, വളരെ പ്രൗഢിയായി അവർ ജീവിച്ചിരുന്ന മണ്ഡലത്തിൽ നിന്ന് സകലതും നഷ്ടപ്പെട്ടവരായി, സകലതും ഒന്നുമില്ലാത്തവരായി തീരുന്ന ഒരു അവസ്ഥകളുടെ നടുവിൽ ദൈവം പറയുന്നു, പിശാച് നിനക്ക് വിപരീതമായി എഴുതിയോ ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലിക്കുകയില്ല. സ്തോത്രം. അപ്പോൾ മനസ്സിലാക്കുക, ആയുധങ്ങളുണ്ട്. ആയുധങ്ങൾ നമുക്കെതിരെ പാഞ്ഞു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല അമ്പുകള് നമുക്കെതിരെ ശത്രു പകച്ചു വിട്ടിട്ടുണ്ട്. പല പ്രതികൂലങ്ങൾ പിശാച് നമുക്കെതിരെ അഴിച്ചു വിട്ടിട്ടുണ്ട്. പല വെല്ലുവിളികൾ നമ്മുടെ ഭവനത്തിനെതിരെ, നമ്മുടെ ജീവിതത്തിനെതിരെ പല പദ്ധതികൾ ലോകം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഹല്ലേലൂയ, നമ്മളെ പല കെണികളിൽ കൊണ്ടുവന്ന് നിർത്തേണ്ടതിന് പിശാച് ഒരുക്കിയ ഓരോ ജീവിതങ്ങളുമുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ ദൈവം പറയുന്നു, ഇതൊക്കെ നമുക്കെതിരെ എഴുന്നേറ്റ് വന്നാലും ഈ രാത്രിയെ മനസ്സിലാക്കണം, അതൊന്നും നിന്നെ ഫലിക്കുകയില്ല, അതൊന്നും നിന്നെ തൊടുകയില്ല, അതൊന്നും നിനക്കൊന്നും സംഭവിക്കുകയില്ല. സ്തോത്രം. അതിന്റെ നടുവിൽ കൂടെ ദൈവം നിന്നെ വഴി നടത്തുന്ന ദൈവമാ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, നിനക്ക് പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷെ അതൊന്നും നിന്നെ തൊടാതെ വണ്ണം ഇതിന്റെ നടുവിൽ കൂടെ വെള്ളത്തിന്മീതെ നടക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഈ രാത്രിയിൽ ബലപ്പെടുത്തുമാറാകട്ടെ. സ്തോത്രം. വെള്ളത്തിന്മീതെ പരിവർത്തിച്ചതുപോലെ വെള്ളത്തിന്മീതെ നടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 5 അധ്യായം 7 വാക്യം ഇങ്ങനെ പറയുന്നു, തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടതകളുടെ ഹല്ലേലൂയ, പല രീതിയിലുള്ള കഷ്ടതകൾ കൂടെ മനുഷ്യൻ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ദൈവം അവിടൊക്കെയും ദൈവത്തിന്റെ കൃപ വെളിപ്പെടുത്തുന്ന ദൈവം. അയ്യോബ് പറയുന്നു, ഞാൻ പല കഷ്ടതകൾ കൂടെ കടന്നു പോകും. ഹല്ലേലൂയ. എന്നാൽ 8 വാക്യം, ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായ എന്റെ കാര്യം ദൈവത്തിങ്കില് ഏൽപ്പിക്കുമായിരുന്നു. സ്തോത്രം. അപ്പോൾ പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് പ്രതികൂലങ്ങൾ കൂമ്പാരമായി ഉയർന്നു വരുമ്പോൾ സ്തോത്രം, നമുക്ക് നോക്കുവാൻ ഒരുവൻ മാത്രം, നമുക്ക് ആശ്രയിപ്പാൻ ഒരുവൻ മാത്രം, നമുക്ക് ബലപ്പെടുവാൻ ഒരുവൻ മാത്രം, നമുക്ക് നമ്മുടെ തലകളെ ചായ്പാൻ ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ ആകുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അവൻ ആരാഞ്ഞുകൂടാതെ വൻ കാര്യങ്ങളും
ആമേൻ അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്ന ദൈവം. അതിന്റെ 9-ാം വാക്യം 5:9 ഇങ്ങനെ പറയുന്നു, ആമേൻ ഹി ഡസ് ഗ്രേറ്റ് തിങ്സ് ആൻഡ് അൺസർച്ചബിൾ മാർവലസ് തിങ്സ് വിത്തൗട്ട് നമ്പർ. സ്തോത്രം. അതുകൊണ്ട് ആമേൻ നമുക്ക് പ്രതികൂലങ്ങൾ, അനവധി കഷ്ടങ്ങൾ കടന്നു വരുമായിരിക്കും, അനവധി പ്രതികൂലങ്ങൾ കടന്നു വരുമായിരിക്കും. പക്ഷേ യഹോവയെ അന്വേഷിക്കുന്നവൻ, യഹോവയിൽ ആശ്രയിക്കുന്നവന് അനവധി നന്മകളാൽ നടത്തുന്ന ദൈവം. അവൻ അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ. അവൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്നു, വയലുകളിലെ വെള്ളം വിടുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ സീസണുകളുണ്ട്. ശമനഹന്തനാഥന റിവനി ഹന്തനി രമ ശന്തനാഥന. അതെ, ദൈവത്തിന്റെ സീസണായി നമ്മൾ ഒരുങ്ങുക. മഴ പെയ്യുവാൻ ഒരു സീസൺ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മഴയ്ക്കായി ഒരു കാലമുണ്ട്. മഴയ്ക്കായി ദൈവം മേഘങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതേ, മഴയ്ക്കായി ദൈവം ചില പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ബുദ്ധികൾക്കും വിചാരങ്ങൾക്കും അപ്പുറമാണ് ദൈവം തന്റെ മഴയ്ക്കായി മേഘത്തെ ഒരുക്കുന്നു. സ്തോത്രം. നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാ കാലഘട്ട ചൂട് സമയമുണ്ട്, തണുപ്പ് സമയമുണ്ട്. പക്ഷേ ഹല്ലേലൂയ, മഴ പെയ്യുന്നത് വളരെ സെലക്റ്റീവ് ആയിട്ടാണ്. നമ്മുടെ കേരളത്തിന്റെ കാര്യം, ഇന്നത്തെ കാര്യമല്ല പറയുന്നത്. നമ്മൾ ഇത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ഇസ്രായേൽ ജനത്തെ പോഷിപ്പിക്കേണ്ടതിന് ഹല്ലേലൂയ മുൻമഴയും പിന്മഴയും തരുന്ന ദൈവത്തിന്റെ കാര്യമായി ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിത്തിടുന്നതിന് മുന്നേ ഹല്ലേലൂയ കൊയ്ത്തിന് മുൻപേ മഴ പെയ്യിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്ത് ദൈവം മേഘങ്ങളെ ഒരുക്കുന്ന ദൈവം. മഴയ്ക്കായി മേഘങ്ങളെ ഒരുക്കുന്നത് പോലെ ദൈവം ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ ഹല്ലേലൂയ താണിരിക്കുന്നവനെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഉയർത്തുവാൻ, ദൈവത്തിന് തല കുനിച്ചിരിക്കുന്നവന്റെ തല ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. ഈ രാത്രിയിൽ കർത്താവിന് നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി മഴയ്ക്കായി അവൻ മേഘങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എവിടെ മഴ പെയ്യണമെന്ന് ദൈവത്തിനറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിനറിയാം. ഹല്ലേലൂയ. ഏത് സ്ഥലത്ത്, ഏത് സമയത്ത്, എപ്പോൾ, എങ്ങനെ, എത്രമാത്രം മഴ പെയ്യിപ്പിക്കണമെന്ന് ദൈവത്തിനൊരു കണക്കുണ്ട്. അതിനനുസരിച്ച് ദൈവ മേഘങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ രാത്രിയിൽ ആത്മാവിൽ കാണാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വഴികൾക്കായി ദൈവ മേഘങ്ങളെ ഒരുക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകൾക്കായി ദൈവ മേഘങ്ങളെ ഒരുക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ടാ? ഒരു മുൻമഴ പെയ്തെങ്കിൽ ഒരു പിന്മഴ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം അതിനായി മേഘങ്ങളെ ഒരുക്കുന്നതിനാൽ ദൈവത്തിന് ഈ രാത്രി നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ. അതേ കർത്താവേ, ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ അനവധി കഷ്ടങ്ങൾ കാണുമാറാക്കി. എന്നാൽ അതിൽ നിന്നെല്ലാം യഹോവ നമ്മളെ വിടുവിക്കുന്ന ദൈവം. അവൻ നമ്മളെ വിടുവിക്കാതിരിക്കത്തില്ല. അവൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാതെ ഇരിക്കത്തില്ല. അതെ, നിനക്കെതിരെ ഒരു ആയുധവും ഫലിക്കത്തില്ല. അതിനെ തുറന്ന് പറഞ്ഞാട്ടെ, എനിക്ക് വിപരീതമായ ഒരു ആയുധവും ഫലിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? യഹോവ അതിൽ നിന്നെല്ലാം എന്നെ വിടുവിക്കുന്ന ദൈവം. യഹോവ വിടുവിക്കുന്ന ദൈവം മാത്രമല്ല, അവൻ മഴ അയക്കുന്ന ദൈവം. അവൻ നിന്റെ തല ഉയർത്തുന്ന ദൈവമാ. അവൻ നീ മൂടനായിരിക്കാൻ, നീ എന്നും കരഞ്ഞുകൊണ്ടിരിപ്പാൻ, എന്നും നിലവിളിച്ചുകൊണ്ടിരിപ്പാൻ, എന്നും നീ പ്രതികൂലത്തിലായിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. അവൻ വാഗ്ദത്തം ചെയ്യുന്ന ദൈവമാണല്ലോ. സ്തോത്രം. എല്ലാ പ്രതികൂലങ്ങളും ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ പുസ്തകത്തിൽ, എന്നാൽ തിരുവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ പ്രതികൂലവും ദൈവം അനുകൂലമാക്കിയിട്ടേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ എല്ലാ പ്രതികൂലങ്ങളെയും ദൈവം അനുകൂലമാക്കിയിട്ടുള്ളൂ. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, തന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി, വിശ്വസിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി എല്ലാ പ്രതികൂലങ്ങളും, ഒന്ന് മാത്രമല്ല എല്ലാ പ്രതികൂലങ്ങളും അത് ദൈവം, റോമലേഖനം 8:28 വായിച്ചതുപോലെ, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. നമ്മൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. സ്തോത്രം. കർത്താവേ, ഈ വണ്ടി എവിടെ കൊണ്ടുവന്ന് പിടിച്ചു നിർത്തും? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് എവിടെ കൊണ്ടുവന്ന്, ഈ പടക് എവിടെ കൊണ്ടുവന്ന് ഞാൻ ചാരും, അല്ലെങ്കിൽ എങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ ഇറക്കും? ഹല്ലേലൂയ. എവിടെ ഇത് എത്തിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷെ ദൈവം പറയുന്നു, അവിടൊക്കെയും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും?
ആമേൻ തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി, തന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരമാണ്. നമ്മൾ ചോദിക്കും, ദൈവം പറയില്ല, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ദൈവമാ. ഞാൻ എന്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതാണ്. അതിനായി ഞാൻ മേഘങ്ങളെ ഒരുക്കുന്നു. ഈ രാത്രിയിൽ കർത്താവ് മേഘങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നമ്മളുടെ അരികിലേക്ക് ഈ ദിവസങ്ങൾ എത്തിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഹല്ലേലൂയ. അങ്ങ് മേഘങ്ങളെ ഒരുക്കി കൽപ്പിക്കുന്ന ദൈവമാണല്ലോ. ഹല്ലേലൂയ. അതിനായി ആത്മാവ് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോഴാണ് റോമലേഖനം 27 പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് he makes intercession for the saints according to the will of God എന്ന് പറഞ്ഞിട്ടാണ് 28-ാമത്തെ അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ പറയുന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് ദൈവ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ഹിതം നിറവേറുവാൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ വിശ്വസിക്കുന്ന ജനത്തിന് വേണ്ടി ഈ രാത്രി മനസ്സിലാക്കണേ, യഹോവ എല്ലാം നന്മയ്ക്കായി കൂടെ വ്യാപരിപ്പിക്കും. ഹല്ലേലൂയ. അതിനും തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതേ കർത്താവേ, ഹല്ലേലൂയ. ഉണങ്ങിക്കിടക്കുന്ന വരണ്ടു കിടക്കുന്ന ദേശത്തിന്മേൽ അതേ കർത്താവേ തന്റെ മഴ അയക്കുന്ന ദൈവമേ, അങ്ങ് അതിനായി ഞങ്ങൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ ഞങ്ങളൊന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് എങ്ങനെ ഏത് സമയം എന്നൊന്നും ഞങ്ങൾക്ക് പറയുവാൻ അറിയത്തില്ല. എന്നാൽ ദൈവം ആമേൻ ആത്മാവിനാൽ അതിനുവേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ ഹല്ലേലൂയ അങ്ങ് എല്ലാം നന്മയ്ക്കായി കൂടെ വ്യാപരിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. എല്ലാം സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാം വാക്യത്തിൽ ആമേൻ നിനക്ക് വിരോധമായി ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലിക്കുകയില്ല. അടുത്ത വാക്ക് ആമേൻ ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. സ്തോത്രം. നിനക്കെതിരെ ആമേൻ ഒരു ആയുധവും ഫലിക്കുകയില്ലെന്ന് മാത്രമല്ല, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. സ്തോത്രം. നിനക്കെതിരെ സംസാരിച്ചതിനെ ആമേൻ, നിനക്കെതിരെ ശുദ്രം ചെയ്തെങ്കിൽ, നിനക്കെതിരെ ആവിചാരം ചെയ്തെങ്കിൽ, നിനക്കെതിരെ പ്രതികൂലമായി വെളിപ്പെട്ടെങ്കിൽ, നിനക്കെതിരെ കാരാഗ്രഹത്തെ ഒരുക്കിയെങ്കിൽ, നിനക്ക് വിപരീതമായി ആമേൻ ഹല്ലേലൂയ കരുകുമരം ഒരുക്കിയെങ്കിൽ, നിനക്ക് വിപരീതമായി പിശാച് ഏതൊക്കെ തന്ത്രങ്ങൾ ഒഴുക്കിയെങ്കിൽ, ആരൊക്കെ എത്രയൊക്കെ എന്തുമാത്രം മനുഷ്യൻ നമ്മളെ ഉപദ്രവിക്കുവാൻ തക്കവണ്ണം സകല മണ്ഡലങ്ങളും നമുക്ക് വിപരീതമായി എത്ര ആഴത്തിൽ തീച്ചൂളയ്ക്കകത്ത് തീയുടെ അമേൻ ഹല്ലേലൂയ ആഴം അമേൻ അതിന്റെ അമേൻ തീച്ചൂളയുടെ അമേൻ ബലം എത്രമാത്രം കൂട്ടിയാൽ 7 വട്ടം കൂട്ടിയാൽ പോലും അതുപോലും അമേൻ ദൈവം ന്യായ വിധിക്കുന്ന ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് വിപരീതമായി ഒരു ആയുധവും വലിക്കുകയില്ലെന്ന് പറഞ്ഞിട്ട് ദൈവം പറയുക, നിനക്ക് വിപരീതമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും സ്തോത്രം. നിനക്ക് ആമേൻ ന്യായവിസ്താര ദിവസം നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. സ്തോത്രം. ഗോഡ്സ് ജഡ്ജ്മെന്റ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ആമേൻ തിരുസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ മനസ്സിലാക്കണം, യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിമാറും എന്ന് മാത്രമല്ല, യഹോവ എഴുന്നേൽക്കുമ്പോൾ തന്റെ ഭക്തന്മാർക്ക് അനുഗ്രഹവും ആമേൻ തന്റെ ശത്രുക്കൾക്ക് ന്യായവിധിയുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ എഴുന്നേൽക്കുന്ന കാലം, യഹോവയുടെ പ്രവൃത്തിയുടെ കാലം, യഹോവയുടെ പദ്ധതിയുടെ കാലം, യഹോവയുടെ നീതിയുടെ കാലം, യഹോവയുടെ ആമേൻ നന്മയുടെ കാലം, യഹോവ തന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ചെങ്കോൽ നീട്ടുന്ന കാലം, യഹോവയുടെ പ്രവൃത്തിയുടെ കാലം, യഹോവയുടെ പദ്ധതിയുടെ കാലം, യഹോവയുടെ പദ്ധതികളെ നിറവേറ്റുന്ന കാലം. ഇതൊക്കെ ദൈവത്തിന്റെ കരമാണല്ലോ ഈ രാത്രിയിൽ പരിവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ന്യായവിസ്താര ദിവസത്തിൽ എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പോകണ്ട, ഇന്ന് നമ്മൾ ആരെയും ന്യായം വിധിക്കാൻ നോക്കണ്ട. ഇന്ന് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ക്രമീകരിക്കുക. ഹല്ലേലൂയ. നമ്മൾ ആർക്കെതിരെ സംസാരിക്കാൻ പോകണ്ട, ആർക്കെതിരെ നമ്മള് കുറ്റം പറയാൻ പോകണ്ട. നമുക്ക് ഒരു കാര്യം കണക്ക് തീർക്കുവാനല്ല ദൈവം നമ്മളെ ഇന്ന് വിളിച്ചിരിക്കുന്നത്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടാനാണ്. എന്തിനാ?
ഹല്ലേലൂയ. എന്തിനാ? ദൈവം നമുക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന ദിവസമാണ്. ദൈവം നമുക്ക് വേണ്ടി ആമേൻ ന്യായവിധി അയക്കുന്ന ദിവസമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് വിപരീതമായി നിൽക്കുന്ന സകലത്തെയും ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാ. അതെ, ഹല്ലേലൂയ. നല്ല നിലത്ത് വീണ വിത്ത്, അതിന്റെ നടുവിൽ ആമേൻ നല്ല വിത്ത് ആമേൻ വിതറിയപ്പോൾ അതിന്റെ നടുവിൽ തോട്ടക്കാരൻ ഉറങ്ങിയപ്പോൾ രാത്രികാലം കള വിതയ്ക്കുവാൻ ശത്രു വന്നു. സ്തോത്രം. രണ്ടും ഒരുപോലെ വളരുവാൻ തുടങ്ങി. ദൈവം അത് പറിക്കുവാൻ നോക്കിയപ്പോൾ ദൈവം പറഞ്ഞു, വേണ്ട, രണ്ടും ഒരുപോലെ വളരട്ടെ, ഒരുപോലെ ആമേൻ. പക്ഷെ കൊയ്ത്തിന്റെ കാലമുണ്ട്, അന്ന് ഇതിനെ ദൈവം വേർതിരിക്കും. കൊയ്ത്തിന്റെ കാലത്ത് ദൈവം അതിനെ വേർതിരിക്കും. ആമേൻ. ഹല്ലേലൂയ. കളയിൽ ജനിച്ചു വന്നതിനെ എല്ലാം ദൈവം എവിടെ ഇടും? തീച്ചൂളയ്ക്കകത്തിടും. ദൈവം ന്യായം വിധിക്കും. ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ ആമേൻ ന്യായവിധിക്കല്ല വിളിച്ചിരിക്കുന്നത്, ദൈവം നമ്മളെ അനുഗ്രഹിപ്പാനാ വിളിച്ചിരിക്കുന്നത്. ആമേൻ. ദൈവസന്നിധിയിൽ നമ്മൾ ആമേൻ നമുക്കെതിരെ ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലിക്കുകയില്ലെന്ന് മാത്രമല്ല, നമുക്കെതിരെ എഴുന്നേറ്റ ഉയർന്ന എല്ലാ നാവിനെയും എല്ലാ ശബ്ദത്തെയും അതേ, ഹല്ലേലൂയ. നിനക്ക് വിപരീതമായി നിന്ന ആമേൻ പലതിനോടും മന്ത്രിക്കുന്ന, പല ആമേൻ കാതുകളോടും പല മനസ്സിനോടും മന്ത്രിക്കുന്ന പിശാചിന്റെ ശബ്ദങ്ങൾ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ വഴികൾക്കെതിരെ നിൽക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രിയിൽ അതിനെ ന്യായം വിധിക്കുന്ന ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുമാറാക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന പിതാവേ. അതേ പിതാവേ, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതേ, നിനക്കെതിരെ പറയുന്ന ഓരോ ശബ്ദങ്ങൾ, ഓരോ വ്യക്തികൾ, ഓരോ ജീവിതങ്ങളെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിനാൽ അതിനെ ന്യായം വിധിക്കുന്ന ദൈവിക കരം വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാതിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ന്യായം വിധിക്കേണ്ട, നമ്മൾ ഈ ദിവസങ്ങളിൽ ക്ഷമിക്കുവാനും പൊറുക്കുവാനും തയ്യാറാകുമെങ്കിൽ യഹോവ നമുക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന ദൈവമാണ്. God's judgment is coming upon, amen, hallelujah, the evil, amen, പിശാചിന്റെ മക്കൾക്ക്, amen, പൈശാചികന്റെ മക്കൾക്ക്, അതെ, ഹല്ലേലൂയ, ആ വിചാരത്താൽ ഹല്ലേലൂയ ശുദ്രം ചെയ്യുന്ന ജീവിതങ്ങൾ മേൽ ആമേൻ ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടുന്ന കാലം. അതുകൊണ്ട് നിനക്കെതിരെ ഒരു ആയുധവും ഫലിക്കുകയില്ലെന്ന് മാത്രമല്ല, നിനക്കെതിരെ എഴുന്നേറ്റ് എല്ലാ നാവിനെയും ദൈവം ന്യായം വിധിക്കും. സ്തോത്രം. ആ ആഴം ഒന്ന് തൊടുവാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാണ്. സ്തോത്രം. ആമേൻ. നിനക്കെതിരെ വരുന്ന ആമേൻ ഓരോ തീയമ്പുകളെയും നിനക്ക് കാണാൻ പറ്റും. പക്ഷെ നിനക്കെതിരെ വരുന്ന ഓരോ നാവിൽ നിന്ന് വരുന്ന ഓരോ ശബ്ദത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ആമേൻ. കേൾക്കുവാൻ വല്ലവരിൽ നിന്ന് കേൾക്കുവാൻ പറ്റുമായിരിക്കും, പക്ഷെ അതുപോലും ചിലപ്പോൾ കേൾക്കാൻ പറ്റത്തില്ല. പക്ഷെ ആമേൻ, നിനക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്യുന്നത്, ആമേൻ, നിന്റെ ജീവിതത്തിനെതിരെ ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്നത് ചിലപ്പോൾ ശുദ്രമല്ലായിരിക്കും. നിനക്കെതിരെ ആമേൻ തൊടുത്തുവിടുന്ന ആമേൻ ദുഷ്ടന്റെ വാക്കുകളായിരിക്കും. നിന്റെ ജീവിതത്തിനെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ, നിന്റെ ഭാവി വരാതിരിക്കേണ്ടതിന് നമ്മൾ നാട്ടിൽ പറയത്തില്ലേ, ആമേൻ, ഹല്ലേലൂയ, മക്കളുടെ കല്യാണമാകുമ്പോൾ ആമേൻ കല്യാണം കാണാൻ വന്ന കണ്ടെല്ലാം സന്തോഷിച്ച് അവരെല്ലാം കല്യാണം ഉറയ്ക്കുവാനൊക്കെ തയ്യാറാകുമ്പോൾ അപ്പുറത്ത് കൂടെ പോകുന്ന ഒരു അമ്മാമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ പറയും, ഈ അറിഞ്ഞോണ്ട് ഈ കല്യാണം മുടക്കാൻ വേണ്ടി എന്ത് പറയും, ആ കൊച്ചത്ര ശരിയല്ലെന്ന് പറയും, അല്ലെ ആ പയ്യൻ അത്ര ശരിയല്ലെന്ന് പറയും. ഒറ്റ വാക്ക് മതി, ആമേൻ, കല്യാണം ഉറയ്ക്കാൻ വന്നവർ കല്യാണം ഉറയ്ക്കാതെ തിരിച്ചു പോകുന്നത് പോലെ. ആമേൻ. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് അത് ക്ലാരിഫൈ ചെയ്യാൻ പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. നിനക്കെതിരെ പറഞ്ഞ ഓരോ ശബ്ദങ്ങൾ, നിനക്കെതിരെ സംസാരിച്ച ഓരോ വാക്കുകൾ, നിന്റെ കുടുംബത്തിനെതിരെ പറഞ്ഞ ഓരോ ആമേൻ ഹല്ലേലൂയ ശാപത്തിന്റെ വാക്കുകളെ ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ന്യായവിധി ഈ രാത്രിയിൽ അവിടെ വെളിപ്പെടുകയാ. ദൈവം പറയുന്നു, ഞാൻ നിനക്കെതിരെ പറഞ്ഞ ഓരോ വാക്കുകളെ പോലും ഈ രാത്രിയിൽ ദൈവം ന്യായം വിധിക്കുകയാണ്. ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ഉറപ്പ് പറയുകയാണ്, നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരു ആയുധവും വലിക്കുകയില്ല. നിനക്കെതിരെ പറഞ്ഞ ഓരോ നാവിനെയും ഞാൻ ന്യായം വിധിക്കുന്ന ദൈവമാ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത ഭാഗം, ഹല്ലേലൂയ, നിനക്ക് ആമേൻ. ആ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാം വാക്യം, എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആൻഡ് their righteousness is from me. ആമേൻ. നമ്മൾ നീതിയോടെ നേരോടെ ആയിട്ടല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. നമുക്കെതിരെ ആയുധം ഫലിക്കാതെ, നമുക്കെതിരെ ആമേ വാക്കുകൾ ഫലിക്കാതെ ഇരിക്കുന്നത് ദൈവം നമ്മളെ നീതീകരിച്ചത് കൊണ്ട്. അതുകൊണ്ട് ഈ രാത്രിയിൽ
ദൈവത്തിന്റെ നീതീകരണത്തെ നമ്മൾ അംഗീകരിക്കണം. വി നീഡ് ടു അക്നോളജ് ദാറ്റ് God, we are not right before you, but you are our righteousness. ദൈവമേ, ഞാൻ നേരോടെ നടന്നിട്ടല്ല. ആമേൻ. നേരോടെ നടന്നിട്ടല്ലെന്ന് പറയുന്നത് എന്തുവാ? ഹല്ലേലൂയ. കർത്താവേ, എന്റെ യോഗ്യത നിമിത്തമല്ല ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത്, പക്ഷെ ദൈവത്തിന്റെ നീതീകരണ നിമിത്തമായി ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. എന്റെ കഴിവും എന്റെ യോഗ്യതയും എന്റെ പഠിത്തവും എന്റെ ജ്ഞാനം ഒന്നും അല്ല എന്നെ ഇന്ന് ഞാൻ ആയിരിക്കുന്നത്. ദൈവം എന്നെ ആക്കിയിരിക്കുന്നതും ദൈവം നമ്മളെ ആക്കുവാൻ പോകുന്നതും. പക്ഷെ ദൈവമേ, അങ്ങയുടെ നീതി എന്റെ മേൽ വെളിപ്പെടേണ്ടതിന് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആര് ദൈവസ്വരത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും? കർത്താവെ, അങ്ങനെ നീതീകരിച്ചത് കൊണ്ട് ആ നീതീകരണത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ നീതീകരണത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാനും എന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഞാനും എന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ നീതീകരണത്താൽ ഞങ്ങൾക്കുള്ള വഴികളെ ദൈവം ഒരുക്കും. ദൈവത്തിന്റെ നീതീകരണത്താൽ ഞങ്ങൾക്കുള്ള പാന്താവുകളെ ദൈവം തുറന്നു തരും. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ മേലുള്ള നീതീകരണത്താൽ ആമേൻ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ നന്ദിയോടെ ഈ രാത്രി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നിനക്കെതിരെ ഒരു ആയുധവും വലിക്കുകയില്ല. നിനക്കെതിരെ എഴുന്നേറ്റ എല്ലാ നാവിനെയും ഞാൻ ന്യായം വിധിക്കുന്ന ദൈവമാ. അത് മാത്രമല്ല, ഞാൻ നിന്നെ നീതീകരിച്ചിരിക്കുന്ന ദൈവമാ. ഞാൻ നീതിയോടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. പലവട്ടം മറുപടി പറയണമെന്ന് വിചാരിച്ചിട്ടും നീ മിണ്ടാതിരുന്നെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി മറുപടി പറയുന്ന ദൈവമാ. ഞാൻ നിനക്ക് വേണ്ടി മറുപടി അയക്കുന്ന ദൈവമാ. ഞാൻ നിനക്ക് വേണ്ടി നീതിയോടെ വെളിപ്പെടുന്ന ദൈവമാ. സ്തോത്രം. നിനക്ക് വേണ്ടി ആരും യുദ്ധം ചെയ്യാൻ അവിടെ ഇല്ലായിരുന്നു. നിനക്ക് വേണ്ടി ആരും സംസാരിപ്പാനില്ലായിരുന്നു. നിനക്ക് വേണ്ടി ആരും അവിടെ ഇടപെടാനില്ലായിരുന്നു. നിനക്ക് വേണ്ടി ആരും അവിടെ നിനക്ക് ജാമ്യം നിൽക്കാനില്ലായിരുന്നു. പക്ഷെ ദൈവം ഈ രാത്രിയിൽ വചനത്തിൽ കൂടെ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നെ നീതീകരിച്ചവനാ. എങ്ങനെ നീതീകരിച്ചു? ഞാൻ എന്നെ തന്നെ തന്ന് നിന്നെ മേടിച്ചവനാ. സ്തോത്രം. കർത്താവ് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. മരണത്തോളം നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിലെ നീചമായ മരണം ഏറ്റെടുപ്പാൻ ഹല്ലേലൂയ കർത്താവ് തന്നെത്താനെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തത് നമ്മളെ വീണ്ടെടുക്കേണ്ടതിന്, നമ്മളെ നീതീകരിക്കേണ്ടതിന്. സ്തോത്രം. ഹല്ലേലൂയ. God, you are my righteousness and in you I am righteous. അതേ കർത്താവെ, അങ്ങേൽ ഞാൻ നീതീകരിക്കപ്പെടുകയും അങ്ങയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ, അങ്ങ് ഞങ്ങളെ വിളിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതെ. ഹല്ലേലൂയ. കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി സകലതും ഏൽപ്പിച്ചു തന്നപ്പോൾ രാത്രിയിൽ മനസ്സിലാക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ജീവിതത്തില് കർത്താവിന്റെ ജീവിതത്തിലെ പോലെ തന്നെ കർത്താവിന്റെ സകലത്തിന്മേലും കർത്താവിന് അധികാരമുണ്ടായിരുന്നു. ദൂതന്മാരുടെ കൽപ്പിച്ചാൽ മതിയായിരുന്നു ക്രൂശിൽ നിന്ന് കർത്താവിനെ വിടുവിപ്പാൻ. ഇത്രയും നീചമായ മരണം ഏറ്റെടുത്തപ്പോൾ ക്രൂശീകരിക്കപ്പെടുന്നു. സ്തോത്രം. മരിക്കുന്നു, അടക്കപ്പെടുന്നു. ആ കല്ലറ മുമ്പിൽ വലിയൊരു കല്ലുരുട്ടി വെച്ച്, അത് മാത്രമോ ആ റോമ മുദ്ര അതിന്മേൽ പതിച്ചു. അത് മാത്രമോ റോമൻ പടയാളികളെ അതിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തു. അതിനെ കാക്കേണ്ടതിന്. അതെ. ഇനിയും ഒരു ഉയർപ്പില്ലെന്ന് പറഞ്ഞതെടുത്ത്, ഇനിയൊരു ജീവിതം ഇല്ലെന്ന് പറഞ്ഞെടുത്ത് സകലതും ഇവിടെ സമാപിച്ചു. കർത്താവിന്റെ അത്ഭുതങ്ങൾ നടക്കുന്നത് എപ്പോഴും ആ സമയത്താണ്. എപ്പോഴാണ്? നാറ്റം വമിച്ച് 3-ാം ദിവസമല്ല, 4-ാമത്തെ ദിവസം. സ്തോത്രം. ഹല്ലേലൂയ. ലാസറിന്റെ കല്ലറയിൽ 3-ാം ദിവസം കഴിയുമ്പോൾ ഉയർക്കുമെന്നുള്ളൊരു ഹല്ലേലൂയ യഹൂദന്മാരുടെ ഒരു വിശ്വാസമുണ്ട്, പ്രമാണമുണ്ട്. അതിനെ ജയിക്കേണ്ടതിന്, അതിനെ കർത്താവിനെ നള്ളിഫൈ ചെയ്യേണ്ടതിന് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് 4-ാമത്തെ ദിവസം ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വരുന്നു. കർത്താവിന്റെയും ക്രൂശീകരണം, മരണവും അടക്കലും എല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് സകലതും പിശാചിന്റെ കയ്യിൽ, പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവമേ, എന്നെ തൊടണമെങ്കിൽ അങ്ങ് അനുവദിക്കാതെ കഴിയുകയില്ലല്ലോ. കർത്താവ് സകലതും ഏൽപ്പിച്ചു കൊടുത്തു. ഈ രാത്രിയിൽ അല്ലെങ്കിൽ കർത്താവിന്റെ കയ്യിൽ നമ്മളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കും. പക്ഷെ ഞാൻ ഈ രാത്രിയിൽ അതിനെ ആത്മാവിൽ കാണുമ്പോൾ ഇങ്ങനാണ്.
കർത്താവ് കല്ലറയ്ക്കകത്ത് കിടക്കുകയാ, മരിച്ചവനായി കിടക്കുകയാ, അടയ്ക്കപ്പെട്ടവനായി കിടക്കുകയാ. ആമേൻ നമ്മൾ നോക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ചുറ്റും നോക്കുമ്പോൾ ആമേൻ റോമൻ പടയാളികളെല്ലാം ഉണ്ട്. ആമേൻ കർത്താവ് മരിച്ചു, ഇനിയും ഈ വ്യക്തി എഴുന്നേൽക്കത്തില്ല. പിശാച് വിചാരിച്ചു ആമേൻ അവന്റെ എല്ലാ തന്ത്രവും ഫലിച്ചെന്ന്. പിശാച് വിചാരിച്ചു ആമേൻ മരിച്ചവനെ കൊണ്ട് പാതാളത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ അരികിൽ വന്ന് കർത്താവിനെ ഒന്ന് തൊടാൻ നോക്കിക്കാണും പിശാച്. സ്തോത്രം. മരിച്ചവനായ കർത്താവിനെ ഒന്ന് തൊടാമെന്ന് പിശാച് ഒന്ന് ചിന്തിച്ചപ്പോൾ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അവൻ അറിഞ്ഞില്ല, അവൻ മനസ്സിലാക്കിയില്ല അതുവരെ അവൻ കാണാത്ത ഒരു ദൈവത്തിന്റെ കൃപ ആമേൻ കർത്താവിൽ കൂടെ ജ്വലിച്ച് പുറത്തു വരുവാൻ ഇടയാകുവാൻ തക്കവണ്ണം ദൈവം അവിടെ പരിവർത്തിച്ചു. സ്തോത്രം. ഇരുൾമേൽ പരിവർത്തിച്ച അതേ ആത്മാവ് പോലെ, ആമേൻ വെള്ളത്തിന്മീതെ പരിവർത്തിച്ച അതേ ആത്മാവ് പോലെ, ആമേൻ മരിച്ച് അടക്കപ്പെട്ട് ആമേൻ ഹല്ലേലൂയ ഇനിയും ജീവിക്കുകയില്ലെന്ന് മനുഷ്യൻ പറയുമ്പോൾ, പിശാച് പറയുമ്പോൾ, കർത്താവിന്റെ ആമേൻ ശരീരത്ത് വെളിപ്പെട്ട ഒരു കാര്യമുണ്ട്. ആമേൻ എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം ആമേൻ പൗലോസ് എഴുതുന്നല്ലോ, ആമേൻ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പീൻ, എതിർത്ത് കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധം ധരിച്ചുകൊള്ളുവീൻ. സ്തോത്രം. കർത്താവ് ധരിച്ചത് വേറെ ആരുമല്ല, പരിശുദ്ധാത്മാവിനെയാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ധരിച്ചവൻ പിതാവിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനെ ധരിച്ചവൻ പിശാചിനെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളിന്മേലുണ്ടെങ്കിൽ ആമേൻ പിശാചിന് ആമേൻ പിതാവിന് ഇഷ്ടം ചെയ്യുവാൻ പിതാവിന് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചു കൊടുക്കും. ഈ രാത്രിയിൽ ആ വാക്ക് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. കർത്താവ് മരിച്ചു, വാസ്തവമാണ്. ആമേൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞും പരിശുദ്ധാത്മാവിൽ ജീവിച്ച കർത്താവ് ആമേൻ കല്ലറയിൽ മരിച്ചവനായി കടന്നു. എന്തുകൊണ്ടാ? പിശാചിന് പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട്. പക്ഷേ പിശാചിന് ആമേൻ ഇതിന്മേൽ അവകാശമില്ല. ഇതിന്മേൽ ആർക്കേ അവകാശമുള്ളൂ? പിതാവിനെ അവകാശമുള്ളൂ. എന്തുകൊണ്ടാ? ഇത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിയാ, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടപ്പെട്ടവനാ. ആമേൻ അതിന്റെ നടുവിലേക്ക് പിശാച് ആധിപത്യം സ്ഥാപിക്കാൻ വരുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, കർത്താവിൽ വെളിപ്പെട്ട ഒരു ദിവ്യ ശക്തിയുണ്ട്. അത് പിശാചിന്റെ തലയെ തകർത്ത ശക്തിയാ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഹല്ലേലൂയ കർത്താവ് നമുക്കെതിരെ ഒരു ആയുധവും ഫലിക്കത്തില്ല, ഒരു ലക്ഷണവിധിയെ സംഭവിക്കുകയില്ല. നമുക്കെതിരെ ആമേൻ പറഞ്ഞ സകല നാവിനെ അവൻ ന്യായം വിധിക്കുന്ന ദൈവമാ. അവൻ നമ്മളെ നീതീകരിക്കുന്നവനാണ്. എന്തുകൊണ്ടാ? സ്തോത്രം ഹല്ലേലൂയ. അവൻ നമ്മളെ സർവായുധ വർഗം ധരിപ്പിച്ചിരിക്കുന്ന ദൈവമാ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ നമ്മൾക്കറിയാത്ത, നമുക്കിതുവരെ ചിന്തിപ്പാൻ കഴിയാതെ, നമുക്കിതുവരെ മനസ്സിലാക്കുവാൻ കഴിയാതെ, നമുക്കൊരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, ജഡത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. പക്ഷെ ആത്മാവിൽ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മളെ അതിലേക്ക് ബലപ്പെടുത്തുമാറാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഇരുട്ടിന്റെ അന്ധകാര ശക്തികളോടും ദുഷ്ടാത്മസേനയോടും അത്രേ. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. സ്തോത്രം ഹല്ലേലൂയ. സർവായുധവർഗം ധരിക്കുമ്പോൾ നീ നിൽക്കും. സ്തോത്രം. ഈ രാത്രിയിൽ നീ നിൽക്കരുതെന്ന് പറഞ്ഞ്, നിന്റെ തല ഉയർന്നിരിക്കരുതെന്ന് പറഞ്ഞ് പിശാച് എയ്യുന്ന ഓരോ തീയമ്പുകളോടുമാണ് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, വചനത്തിൽ പറഞ്ഞത്, നിനക്കെതിരെ വരുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ലെന്ന്. അവൻ നീ നിൽക്കാതിരിക്കേണ്ടതിന്, നീ തകർന്നു പോകേണ്ടതിന്, നീ വീണു പോകേണ്ടതിന് പിശാച് ഓരോ വ്യക്തികളെ ഉപയോഗിച്ച് നാവ് നിനക്കെതിരെ പലതും സംസാരിച്ചതിനെ അതിനെ ന്യായം വിധിക്കുന്ന ദൈവമായി ഈ രാത്രിയിൽ കർത്താവ് നമ്മളോട് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ന്യായം വിധി കൽപ്പിക്കുന്ന ദൈവമാ. അത് മാത്രമല്ല, കർത്താവ് പറഞ്ഞു, നിനക്കെതിരെ നിന്നെ ഒതുക്കുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്നെ ഉന്മൂലനാശം ചെയ്യുവാൻ പല പദ്ധതികൾ ലോകം ഒരുക്കി. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ നീതീകരിച്ചതാ, ഞാൻ നിന്നെ നീതിയോടെ നടത്തുന്ന ദൈവമാ, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ.
എന്തുകൊണ്ടാ? ഞാൻ നിന്നെ സർവായുധവർഗം ധരിപ്പിച്ചിരിക്കുന്നത്. നീ പിശാചിന്റെ മക്കളല്ല, നീ ദൈവത്തിന്റെ പൈതല. സ്തോത്രം. ഈ രാത്രിയിൽ ഒരു പദം കൂടി പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ ഈ ശരീരത്തിന്മേലും ഈ ആത്മാവിന്മേലും പിശാചിനല്ല, ദൈവത്തിനാണ് അവകാശമുള്ളത്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടതാണ്. നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ തലമുറകൾ മേൽ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ വഴികൾ മേലും പിശാചിനല്ല അവകാശമുള്ളത്, ദൈവത്തിനാണ് അവകാശമുള്ളത്. സ്തോത്രം. പലതും ഫലിച്ചെന്ന് പിശാചിന് ചിന്ത തോന്നും, പലതും ഫലിച്ചെന്ന് ലോകത്തിന് ചിന്ത തോന്നും. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം ന്യായം വിധിക്കുന്ന ദൈവം മാത്രമല്ല, ദൈവം നീതിയോടെ വിധിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ യഹോവയാൽ ഇത് സംഭവിച്ചു എന്ന് പറയേണ്ടതിന്, യഹോവയാൽ ഇത് നടന്നു എന്ന് പറയേണ്ടതിന്, യഹോവയാൽ ഈ കാര്യം ഇങ്ങനെ ആയിത്തീർന്നെന്ന് പറയേണ്ടതിന്, എങ്ങനാ സകലതും നന്മയ്ക്കായി കൂടി ആയിത്തീർന്നെന്ന് പറയേണ്ടതിന്, ദൈവമേ, ദൈവത്തിന്റെ വിടുതലുകളെ ഈ ദിവസങ്ങൾ കൽപ്പിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന രാജാവേ. ദൈവകരത്തിൽ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുന്നു, പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മൾ മേൽ ഫലിക്കത്തില്ല. പിശാചിന്റെ ആയുധങ്ങൾ നമ്മൾ മേൽ ഫലിക്കത്തില്ല. പിശാചിന്റെ വാക്കുകൾ ഞങ്ങൾ മേൽ ഫലിക്കുകയില്ല. പിശാചിന്റെ പദ്ധതികൾ ഞങ്ങൾ മേൽ ഫലിക്കുകയില്ല. ഞങ്ങളെ അടയ്ക്കുമായിരിക്കും, ഞങ്ങളെ ഹല്ലേലൂയ ഒതുക്കുമായിരിക്കും. പക്ഷെ ഇതിന്റെ നടുവിൽ നിന്ന് ഞങ്ങളെ ഉയർപ്പിക്കുന്ന ഒരു ദൈവശക്തി ഞങ്ങൾ മേലും, ഞങ്ങളുടെ കുടുംബങ്ങൾ മേലും, ഞങ്ങളുടെ തലമുറകൾ മേലും ഉണ്ടെന്ന് പിശാച് അറിയേണ്ടതിന്, ലോകം അറിയേണ്ടതിന് കർത്താവെ, അങ്ങ് നീതിയോടെ വിധിക്കുന്ന ദൈവമാണല്ലോ. ഈ രാത്രിയിൽ കർത്താവെ, അങ്ങയുടെ നീതിയോടെ ഞങ്ങളെ വിധിക്കുന്ന ദൈവമേ, ലോകത്തെ വിധിക്കുന്ന ദൈവമേ, ഞങ്ങളെ നടത്തുന്ന ദൈവമേ. ഹല്ലേലൂയ. സർവായുധവർഗം ധരിപ്പാൻ കർത്താവെ, സകലത് സമാപിച്ചിട്ട് ഞങ്ങൾ നിവർന്നു നിൽക്കേണ്ടതിന് ഈ രാത്രി ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു പിതാവേ. ശമനഗതന റംദനാദീന റീഷനറന്ദനി റിവനി ഹന്ദന. അതേ കർത്താവെ, സകലത് സമാപിക്കുമ്പോൾ കാറ്റും കോളും തിരമാലയും എല്ലാം വരും. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ പടകിൽ എല്ലാം സമാപിക്കുമ്പോൾ പടകിൽ ഞങ്ങൾ ഉയർന്നു നിൽക്കും, ഞങ്ങളുടെ തല ഉയർന്നു നിൽക്കും, ഞങ്ങളുടെ കുടുംബത്തിന്റെ തല ഉയർന്നു നിൽക്കും. അതേ കർത്താവെ, ഞങ്ങൾ മരുഭൂമിയിൽ കൂടെ കടന്നു പോകുമായിരിക്കും. അതേ കർത്താവ്, എല്ലാം കഴിയുമ്പോൾ അങ്ങ് പാലും തേനും ഒഴുകുന്ന ദേശത്ത് ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തും. അതേ കർത്താവെ, സമൃദ്ധിയോടെ ഞങ്ങൾ ഭക്ഷിക്കുവാൻ, സമൃദ്ധിയോടെ ഞങ്ങൾ നന്മ കാണുവാൻ പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന ദൈവം, അങ്ങ് നീതിയോടെ വിധിക്കുന്ന ദൈവമാണല്ലോ, നേരോടെ നടത്തുന്ന ദൈവമാണല്ലോ. ഈ രാത്രിയിൽ ഞങ്ങൾ സകലതും അങ്ങയുടെ കരത്തിൽ താഴ്ത്തി ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങൾ, ഈ ആഴ്ചവട്ടം, അതേ കർത്താവ്, വരുന്ന ആഴ്ചയിൽ ഞങ്ങൾക്ക് വേണ്ടി നീതിയോടെ അങ്ങ് വിധിക്കുകയും ഞങ്ങളെ നീതീകരിച്ച ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. നേരോടെ നടത്തി, നേരോടെ നിർത്തി, വെള്ളത്തിന്മീതെ നടന്ന്, ആത്മാവിൽ ജീവിച്ച്, കൃപമേൽ കൃപ പ്രാപിച്ച് വാഗ്ദത്തം പ്രാപിപ്പാൻ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ ദൈവം സഹായിക്കണം, അത്ഭുതമാക്കണം, നന്മയാക്കണം, ദൈവകൃപയാക്കണം. എല്ലാം അങ്ങയുടെ നാമഹത്വത്തിലാക്കി തീർക്കണം. യേശുവിൻ നല്ല നാമത്തിൽ തന്നെ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല മണ്ഡലങ്ങൾ മേലും തിരുവചനത്തിന്മേലും ഇന്നു മുതൽക്കും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവം നേരോടും നീതിയോടും നമ്മളെ നടത്തി. ദൈവം ന്യായം വിധിക്കും. ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കും. വെള്ളത്തിന്മീതെ നടന്ന് നന്മ കാണുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തും. ഗോഡ് ബ്ലെസ് യു.